ഒരു ലോട്ടറി അടിച്ചാൽ പണത്തിനപ്പുറത്തേക്ക് പണം കൊണ്ട് നേടാനാവാത്ത ആഗ്രഹങ്ങളൊന്നും നേടാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ജനങ്ങളുടെ സ്വീകാര്യത, കയ്യടി ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഇഷ്ടം ജോലിയായി ചെയ്യാൻ സാധിക്കുക, അതിലൂടെ ഒരുപാട് പണം സമ്പാദിക്കാൻ കൂടി സാധിക്കുക എന്നതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യവുമല്ല. സിനിമകളെ ഇഷ്ടപ്പെടുന്ന, അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. പക്ഷേ ഭൂരിഭാഗത്തിനും അത് സാധിക്കാറില്ല. ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് സിനിമകളെ കൊതിച്ച്, എന്നാൽ അതിനുള്ള പാരമ്പര്യമോ ബന്ധങ്ങളോ ഇല്ലാത്തതിനാൽ ഒന്നുമാവാൻ പോകുന്നില്ലെന്ന് ഉറപ്പിച്ച് ഒരു ബാങ്കിലെ സാധാരണ ഉദ്യോഗസ്ഥനായി മുന്നോട്ട് പോയ, പിന്നീട് തന്റെ ഇഷ്ട നടനെ വെച്ച് സിനിമ ചെയ്ത ലോകേഷിന്റെ ജീവിതം സിനിമ കഥകളേക്കാൾ വലിയ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പഴയ വിക്രം റിലീസായ 1986 തന്നെയാണ് ലോകേഷും ജനിച്ചത്. പലപ്പോഴും അയാൾ അമ്മയോട് ചോദിച്ചിരുന്നു അത്രേ, തനിക്ക് എന്തുകൊണ്ട് വിക്രം എന്ന് പേരിട്ടില്ല എന്ന. തൻ്റെ ഇഷ്ടം, ആ ഇഷ്ട നായകനെ വെച്ച് അതേ പേരിൽ തന്നെ സിനിമ ചെയ്ത് നിറവേറ്റിയ ഒരു മനുഷ്യനാണ് ലോകേഷ് കനകരാജ്. ഹോളിവുഡിലെ പോലെ ഒരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സ് അയാൾ തമിഴിൽ സൃഷ്ടിച്ചു. ലോക്കിയുടെ ആ കനകരാജ്യത്തെ പ്രേക്ഷകർ സ്നേഹത്തോടെ LCU എന്ന് വിളിച്ചു. എത്ര വലിയ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിലും പ്രേക്ഷകർ വിശ്വസിച്ചിരുന്നത് ലോകേഷ് എന്ന സംവിധായകനെയായി. എന്നാൽ അവസാനമായി ഇറങ്ങിയ കൂലി ലോകിക്ക് നൽകിയത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. എന്താണ് കൂലിക്ക് സംഭവിച്ചത്? ആദ്യ ദിനം തന്നെ 151 കോടി കളക്ഷൻ ചെയ്ത, തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്ത ചിത്രമായി കൂലി മാറിയിട്ടുണ്ട്. എങ്കിലും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സമ്മിശ്ര പ്രതികരണമാണ്. ഒരിക്കലും കൂലി ഒരു മോശം ചിത്രമല്ല. പിന്നെ എന്തുകൊണ്ടാണ് കൂലിക്ക് ഇത്രയും വിമർശനം? സാധാരണ തട്ടുപൊളിപ്പൻ സിനിമകൾ മാത്രം കണ്ടുവന്നിരുന്ന തമിഴ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി മസാല ഗാനങ്ങളോ രംഗങ്ങളോ വെക്കാതെ നേരിട്ട് സിനിമയിലേക്ക് കടന്നു ചെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത സമയത്തും പ്രതീക്ഷിക്കുന്ന സമയത്തും ഒരുപോലെ കയ്യടിക്കാൻ സാധിക്കുന്ന രംഗങ്ങൾ നൽകുന്നതായിരുന്നു ലോകേഷിന്റെ രീതി. പതിവിന് വിരുദ്ധമായ പല വ്യത്യസ്ത ശൈലികളും അയാൾ തന്റെ സിനിമകളിൽ പരീക്ഷിച്ചു. എല്ലാം വിജയമാവുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് നായകൻ ഒരു സാധാരണക്കാരനാവുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കാണുന്ന പ്രേക്ഷകനും തങ്ങളെ പോലെ ഒരു സാധാരണക്കാരന് ഉയർന്നു വരാൻ സാധിക്കുമെന്ന തോന്നലും, നമ്മൾ തന്നെയാണ് ആ സ്ക്രീനിൽ നിൽക്കുന്നതെന്നും അയാളുടെ വിജയം നമ്മുടെ തന്നെ വിജയം എന്ന തോന്നലുമൊക്കെയായിരുന്നു ലോകേഷിന്റെ ഏറ്റവും പ്രധാന ബലം. നായകനൊപ്പം തന്നെ വില്ലനും മറ്റ് കഥാപാത്രങ്ങൾക്കും കൃത്യമായ ഒരു സ്പേസ് സിനിമയിൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നായകനേക്കാൾ വലിയ ഫാൻ ബേസ് വില്ലൻ ലഭിച്ചിരുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത പലരും പിന്നീട് ഞെട്ടിക്കുന്ന കഥാപാത്രങ്ങളായി മാറുന്ന ട്വിസ്റ്റ് ലോക്കിയുടെ പ്രധാന സവിശേഷതയാണ്. ടെക്നിക്കലി ഹൈ ലെവൽ തന്നെയാണ് എല്ലാ പടത്തിലും നമുക്ക് ലോക്കിയിലൂടെ കാണാൻ സാധിക്കുക, പ്രത്യേകിച്ച് മ്യൂസിക്. അപ്പോൾ പിന്നെ കൂലിക്ക് എന്താണ് സംഭവിച്ചത്? രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനമായി ഇറങ്ങിയ സിനിമകളൊന്നും അത്ര നല്ലതൊന്നുമായിരുന്നില്ല. ലാൽ സലാം, വേട്ടയാൻ, ഇതൊന്നും അത്ര വിജയിച്ച സിനിമകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ രജനിയെ സംബന്ധിച്ചിടത്തോളം
അത്ര മോശം സിനിമയായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കൂലിയെ. പക്ഷേ രജനി സിനിമ എന്നതിനപ്പുറം ലോക്കിയുടെ സിനിമ എന്നതാണ് പ്രേക്ഷകർ ആദ്യമായിട്ട് നോക്കിക്കണ്ടത്. ലോകേഷിന്റെ കയ്യിൽ രജനിയെ പോലൊരു സൂപ്പർ സ്റ്റാറിനെ കിട്ടുമ്പോൾ അവർ വളരെയധികം പ്രതീക്ഷിച്ചു. എന്നാൽ ചിത്രത്തിൽ പുതുമകളായ ഒന്നും തന്നെ ഉണ്ടായില്ല. പതിവ് ലോകേഷ് സിനിമകളിൽ കാണുന്ന അതേ ടെസ്റ്റുകൾ തന്നെ ഇതിലും വന്നു. പ്രേക്ഷകർ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും ഇതെങ്ങനെ ആവരുത് എന്ന് പ്രതീക്ഷിച്ചു. അത് തന്നെ പക്ഷെ സംഭവിക്കുകയും ചെയ്തു. ചില സമയത്തൊക്കെ സീരിയൽ ലെവൽ ഫീൽ വരെ തോന്നിപ്പോയി. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ പലരും വിളിച്ചു പറഞ്ഞു അടുത്തത് ഇതാണ്. അതുപോലെ തന്നെയായിരുന്നു സിനിമയിൽ സംഭവിച്ചതും. ഒരു ഇമോഷണൽ കണക്റ്റോ ഒരു ഹൈലൈറ്റ് രംഗങ്ങളോ ഒന്നും തന്നെ സിനിമയിൽ അങ്ങനെ ഉണ്ടായില്ല. വീക്ക് സ്ക്രിപ്റ്റ് തന്നെയാണ് ചിത്രത്തിന് വില്ലനായി മാറിയത്. പഴയ ലോക്കി ചിത്രങ്ങളും കണ്ടുമറന്ന അതേ തരത്തിലുള്ള ശൈലികളും ഒക്കെ തന്നെയാണ് ഇതിലും വന്നത്. പല പ്രമുഖ നടന്മാരെ കിട്ടിയിട്ടും അവരെ തീരെ ഉപയോഗിക്കാൻ ലോക്കിക്ക് സാധിച്ചില്ല എന്നതൊരു വലിയ പോരായ്മയായി. പ്രത്യേകിച്ച് അമീർ ഖാനെ പോലൊരു വലിയ താരത്തെ കൊണ്ടുവന്ന് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു റോൾ കൊടുത്ത് നിരാശപ്പെടുത്തി. ജയിലറിലെ വിനായകനെ പോലെ ഒരു വലിയ കഥാപാത്രമാണ് സൗബിന് കൊടുത്തതെങ്കിലും അത് വർക്കായി എന്ന് എനിക്ക് തോന്നിയില്ല. അവസാനമായി കണ്ട വേട്ടയാനിൽ രജനി ആകെ വയ്യാത്തൊരു ഫീലായിരുന്നു. എന്നാൽ ഇതിൽ അങ്ങനെയായിരുന്നില്ല. മാത്രമല്ല ടെക്നിക്കലി ടു ഗുഡ് എന്ന് തന്നെ നമുക്ക് സിനിമയെ പറ്റി പറയാം. പാളിപ്പോയത് സംവിധാനത്തിലല്ല, സ്ക്രിപ്റ്റിൽ തന്നെയാണ്. എന്നിരുന്നാലും ഒരിക്കലും ചിത്രം ഒരു മോശം സിനിമയല്ല, മറിച്ച് ഒരു ശരാശരി അനുഭവമാണ്. പ്രേക്ഷകർ ലോക്കിയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു വമ്പൻ സിനിമ ലഭിച്ചില്ല എന്ന് മാത്രമല്ല ആളുകൾ പ്രതീക്ഷിച്ച LCU കണക്ഷനും ചിത്രത്തിൽ ഉണ്ടായില്ല എന്നതും ഒരു സങ്കടമായി മാറി. ഒരു ബ്രേക്ക് എടുത്ത് ലോക്കി പുതിയ കഥകളുമായി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബീസ്റ്റ് എന്ന ഒരു പരാജയ ചിത്രത്തിന് ശേഷം നെൽസൺ ജയിലറുമായി തിരിച്ചു വന്നതുപോലെ ലോകേഷും ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.